ആഹാ, ഈ ഒരു വേൾഡ് കപ്പ് സ്ക്രിപ്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ ഇതിന്റെ സ്ക്രിപ്റ്റ് എഴുതിയവനെ കൊടുക്കണം ഒരു കുതിരപ്പവൻ. കാരണം റൗണ്ട് ഓഫ് 32 എന്തൊക്കെയാണ് എഴുതി വെച്ചിരിക്കുന്നത്. ഫസ്റ്റ് കളിയായിട്ടുള്ള കാനഡ വേഴ്സസ് സൗത്ത് ആഫ്രിക്ക മത്സരം മുതൽ ഇന്ന് നടന്നിട്ടുള്ള ബെൽജിയം വേഴ്സസ് സെനഗൽ മത്സരം വരെ ഒക്കെ ത്രില്ലറുകൾ. അതിലാകെ ഒരു അപവാദം എന്ന് പറയുന്നത് ഫ്രാൻസിന്റെ വക ഒരു മസാല എന്റർടൈൻമെന്റ് ഉണ്ടായിരുന്നു എന്നുള്ളത് മാത്രമാണ്. ബാക്കി നോക്കിക്കഴിഞ്ഞാൽ നെതർലാൻഡ്സും ജർമ്മനിയും പെനാൾട്ടിയിലൂടെ പുറത്താവുന്ന കാഴ്ച. ബ്രസീലിനെ ജപ്പാൻ വിറപ്പിക്കുന്നു, അവസാന നിമിഷം ബ്രസീൽ തിരിച്ചു വരുന്നു. ഇന്നലെ കോങ്കോ ഇംഗ്ലണ്ടിനെ വിറപ്പിക്കുന്നു, അവസാന നിമിഷം അവർ തിരിച്ചു വരുന്നു. ഏറ്റവും കിടിലനായിട്ട് തോന്നിയത് ഇന്നത്തെ സെനഗൽ വേഴ്സസ് ബെൽജിയം മത്സരമാണ്. സെക്കൻഡ് ഹാഫിന്റെ അവസാന നിമിഷം വരെ 2 ഗോളിന് മുന്നിട്ട് നിന്ന സെനഗൽ 3 ഗോളിന് ബെൽജിയത്തിന്റെ ഒപ്പം തോറ്റു പോവുകയാണ്. അതും അവസാന നിമിഷം കിട്ടിയ ഒരു വിവാദമായിട്ടുള്ള ഒരു പെനാൽറ്റി. അതെന്തായാലും ചർച്ചയാവും. കാരണം ആഫ്രിക്കൻ ടീംസിനെ ഫിഫ കുറേ നാളുകളായിട്ട് തഴയുന്നുണ്ട് എന്നുള്ളൊരു ആരോപണം നിലനിൽക്കുന്ന സമയത്താണ് ഗുരുതരമായിട്ടുള്ളൊരു വീഴ്ച ഇവിടെ സംഭവിക്കുന്നത്. ഒരു കണക്കിന് ഫുട്ബോൾ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. കളിയുടെ 90 മിനിറ്റും നിങ്ങൾ അലേർട്ടായിരിക്കണം. കാരണം ഏത് സമയത്ത് വേണമെങ്കിലും കളി മാറി മറിയാം. ഡിഫൻസിലെയോ അറ്റാക്കിങ്ങിലെയോ ഒരു ചെറിയ പിഴവ് മതി മൊത്തത്തിൽ നിങ്ങളുടെ കളി കൈവിട്ട് പോകാൻ. സെനഗൽ ടീം നിങ്ങൾ നന്നായിട്ട് കളിച്ചു, പക്ഷേ കളിയിൽ എവിടെയാണ് നിങ്ങൾക്ക് മിസ്റ്റേക്ക് പറ്റിയത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു ടീമുണ്ട് ഞങ്ങളുടെ കേരളത്തിൽ. അവരുടെ അടുത്തൊന്ന് ചോദിച്ചു നോക്കിയാൽ അവർ കൃത്യമായി മറുപടി നൽകും. ഒന്നുമില്ല